ഞാൻ ഈ സോഷ്യൽ മീഡിയയിലുള്ള കുറേ വീഡിയോ കണ്ടിട്ട് ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിനെ പറ്റി ഇങ്ങനെ കുറേ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ട് ഒരുപാടൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഈ ഇസ്രായേൽ ഇപ്പോൾ പാലസ്തീനെ അടിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം ഒക്ടോബറിലോ എങ്ങാണ്ട് ഇപ്പോൾ ഹമാസിൻ്റെ ആൾക്കാരെന്ന് കുറേ പാലസ്തീനികളെ കൊന്നു. എൻ്റെ പൊന്നു മോനെ, ഞാൻ പറയാമല്ലോ, എൻ്റെ വീട്ടിൽ പുറത്തുനിന്ന് ഒരാൾ കയറി വന്ന് എൻ്റെ വീട്ടുകാരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഏത് പൊലയാടി മോനാണെങ്കിലും ഞാൻ ഒന്നിരിക്കും. ഞാൻ അവിടെ ഒരു കാര്യം നോക്കൂല. ഞാൻ അവിടെ മനുഷ്യത്വം ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ ഫാമിലിയുടെ പ്രൊട്ടക്ഷൻ എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ ചെയ്തിരിക്കട്ടെ, എനി കോസ്റ്റ് അത് തന്നെ നെതന്യാഹുവും ചെയ്തോളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ പാലസ്തീൻ ഇസ്രായേൽ വിഷയം നിങ്ങൾ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലുള്ള കാക്കാമാർ കുണ്ണകളെ കൊണ്ട് ഒരു രക്ഷയില്ലാണ്ടാക്കി ഇവർ എന്തുട്ടാണ്ടിയുടെ ഇതെടുത്തോണ്ടാ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ അങ്ങോട്ട് പാലസ്തീന് പൈസ വെച്ച് നിങ്ങൾ സിമ്പിളായിട്ടൊരു കാര്യം ചോദിച്ചാൽ, ഈ പാലസ്തീന് അവിടെയുള്ള തുരങ്കങ്ങൾ പണിയാനും ഇവർക്ക് തോക്ക് മേടിക്കാനും ഇവർക്ക് മിസൈൽ മേടിക്കാനും ഇവർക്ക് അവൻ്റെ അമ്മയുടെ ഔട്ടി കെട്ടിക്കാനും ഒക്കെ ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത്? ഇവരെ ഖത്തറായിട്ടും അവരായിട്ട് എല്ലാവരും ഫണ്ട് ചെയ്യാണ്. ഈ ഫണ്ടിന്റെ 4/1 ആ ജനങ്ങൾക്ക്, ആ പാലസ്തീനിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ട് അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസങ്ങളോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നാട് എത്ര സന്തോഷത്തോടെ ജീവിക്കും. ഇവർ ഈ കിട്ടുന്ന പൈസ മൊത്തം എടുത്ത് തീവ്രവാദ പ്രവർത്തനത്തിനല്ല ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന എന്തിനാ? നിങ്ങൾ ആലോചിക്കണം, ഒരു രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമായിട്ടുണ്ടായിരിക്കുന്ന ഒരു സംഘടനയാണ് ഹമാസ് എന്ന് പറയുന്നത്. എന്നിട്ട് അവരെ പ്രതിരോധിക്കുമ്പോൾ നിങ്ങൾ ഇസ്രായേലിനെ കുറ്റം പറയണം. അവർക്കും ജീവിക്കേണ്ടത്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമാണ്. അവരെന്തെങ്കിലും അവരുടെ ഡിഫൻസ് സിസ്റ്റം ഓഫ് ചെയ്തു അല്ലെങ്കിൽ ഡിഫൻസ് സിസ്റ്റം അവരുടെ തകരാറായി കഴിഞ്ഞാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ലോകത്തുണ്ടാവുക. അപ്പൊ നിങ്ങൾ അവരെ കയറി ഇവർ വന്ന് കുത്തി കയറി കഴിഞ്ഞാൽ നിങ്ങൾ എന്തുട്ടാ പറയാ, നന്നായി എന്ന് പറയും. ഈ പാകിസ്ഥാനിലെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ജമ്മു കാശ്മീരിൽ ഒന്നും അറിയാത്ത അവിടെ വെറുതെ പോയ ആൾക്കാരുടെ ഫാമിലിയിൽ ഓരോരുത്തരെ വെച്ച് കൊന്നു. നിങ്ങൾ ഈ കേരളത്തിൽ ഒരു അണ്ടിയും കണ്ടില്ലല്ലോ. കേരളത്തിൽ നിങ്ങൾ പാകിസ്ഥാനെതിരെ ഒരു പ്രതിഷേധം വലിയ ഒരു സാധനം കണ്ടില്ല. എത്രയോ സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടെ താലിബാനൊക്കെ കാണിച്ചു കൊടുക്കുന്ന കുണ്ണാമിക്ക് വല്ല കൈ കണക്കുണ്ട്. നിങ്ങൾ എന്ത് അതൊന്നും കാണല്ലേ? അല്ലെങ്കിൽ എന്തായിരുന്നു ഇറാന്റെ അവസ്ഥ? ഇറാന്റെ അവസ്ഥ എന്തായിരുന്നു? എന്റെ കൂടെ ഇറാനികൾ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ പാലസ്തീനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നേരിട്ടുള്ള ഡയറക്റ്റ് കോൺടാക്ട് ഇല്ലാതെ, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാതെ, നിങ്ങൾ അവിടെ നിന്ന് മതം ഊക്കിക്കുന്നതും മയിര് പഠിപ്പിക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വന്ന് ഇവിടെ നിന്ന് കേരളത്തിൽ വന്ന് തൊലിപ്പിക്കും. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ, ഇത്രയും പ്രശ്നങ്ങളുണ്ടായി. ഓക്കെ, ഇസ്രായേൽ അവിടേക്ക് വന്ന് പിള്ളേരെ കൊന്നു, പെണ്ണുങ്ങളെ കൊന്നു, മയിര് കൊന്നു, മാങ്ങ കൊന്നു. ഇവരൊക്കെ അവിടെ ഇരുന്ന് ദുവാ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ദുവാ ചെയ്യണവരെയാണല്ലോ കൊല്ലണേ. അത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അവിടുന്ന് പിടിച്ചോണ്ട് പോയ ആൾക്കാരെ പോലും ഇപ്പോൾ മുഴുവനായിട്ടുള്ള അതൊന്നും നിങ്ങൾ കാണൂല. അതൊന്നും ആൾക്കാരും കാണില്ല. കാരണം മതം കുത്തിവെച്ചേക്കാണല്ലോ, മതത്തിന്റെ ഇത് കുത്തിവെച്ചേക്കാണല്ലോ. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് വെറും പേപ്പറ്റിയാണ്, വെറും മൈരനാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്, എനിക്ക് ഇസ്ലാമുകളായിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്, അവരൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ പൊളിറ്റിക്കൽ ഇസ്ലാമും പൊളിറ്റിക്കൽ ഹിന്ദുവും ഇനിയിപ്പോൾ പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയും എല്ലാം പിഴകളാ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ കാക്കാമാര് ഇത്ര വലിയതാണ്, പാലസ്തീനികളോട് ഇത്ര വലിയ അണ്ടിയാണ് മൈരാണെന്ന് പറഞ്ഞല്ലോ. ഈ മിഡിൽ ഈസ്റ്റിൽ എത്ര മുസ്ലിം രാജ്യങ്ങളുണ്ട്? സൗദി അറേബ്യ അത്യാവശ്യം നല്ല വലിയ രാജ്യം, അത്യാവശ്യം പോപ്പുലേഷനും കുറവാണ്. നിങ്ങൾ ഖത്തറോ അല്ലെങ്കിൽ ബഹ്റിനോ അതുപോലെയുള്ള കുഞ്ഞു രാജ്യങ്ങളൊന്നും എടുക്കണ്ട. ഈ സൗദി അറേബ്യ പോലെയുള്ള അല്ലെങ്കിൽ വലിയ വലിയ രാജ്യങ്ങളുണ്ടല്ലോ, ജോർദാൻ വലുതാണെന്ന് എനിക്കറിയില്ല, ഈജിപ്റ്റൊക്കെ മറ്റേ ക്ലോസ് ചെയ്തോട്ടു ജോർദാനൊക്കെ. എന്തോരം വലിയ രാജ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ യു എയിലൊക്കെ ഒരു കുറച്ച് പേരെ കൊണ്ടുവന്ന് പാർപ്പിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും കാശില്ലാഞ്ഞിട്ടാണോ? എന്തിനാ നിങ്ങൾ ഇവിടെ കണ്ണീരൊടുക്കുന്നതും പ്രകടനം എടുക്കുന്നതും ഇസ്രായേലിനെതിരെ ഊക്കുന്നതും അല്ലാതെ നിങ്ങൾ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല? നിങ്ങളുടെ ജനതയാണ് പാലസ്തീൻ. നിങ്ങൾക്ക് അവിടുത്തെ പിള്ളേർ മരിക്കുമ്പോൾ നിങ്ങൾക്ക് പൂങ്കണ്ണീർ അല്ലെങ്കിൽ നിന്റെ പൂറ്റിന്ന് ഒഴുകുണ്ടെങ്കിൽ മയിര് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പാർപ്പിക്കുക. നിങ്ങളൊന്നും ചെയ്യൂല. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂല. ഈ ഇവിടെയുള്ളവർ മൊത്തം നിങ്ങൾ മിസൈൽ മേടിക്കാനും തോക്ക് മേടിക്കാനും കാശ് കൊടുക്കുക. അതല്ലാതെ നിങ്ങൾ അവരുടെ ഭക്ഷണം അല്ലെങ്കിൽ അവരെ പാർപ്പിടം അവരെ സേഫ്റ്റി ആക്കുന്നതോ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യൂല. ഇതൊക്കെ ഹമാസിന്റെ കാലിന്റെ ഇടയിലേക്ക് കുത്തിക്കയറ്റി അവർ ഇസ്രായേലിനെ കൊല്ലണം. നിങ്ങൾ ഈ പാകിസ്ഥാൻ അതൊരു മുസ്ലിം രാജ്യമാണല്ലോ. അവരുടെ പാസ്പോർട്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, മറ്റേ ലോകത്ത് എവിടെയും സഞ്ചരിക്കുക പാസ്പോർട്ട് വെച്ച് എക്സെപ്റ്റ് ഇസ്രായേലിന്. അപ്പൊ തന്നെ മതപരമായിട്ടുള്ള ഒരു വിഷം എന്തോരം ഉണ്ടെന്ന് ആലോചിക്കണം. മതപരമായിട്ടുള്ള വിഷം. ഇത്രയും പിഴച്ച ഇടപാട് കാണിച്ചിട്ടും നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യാണല്ലോ. പിള്ളേർ കൊല്ലണത് എന്തും ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഇത്രയും പോപ്പുലേഷൻ, ഇത്രയും പൈസയുള്ള, സൗദിയുടെ കയ്യിൽ പൈസയില്ലേ, ഖത്തറിന്റെ പൈസയില്ലേ, വേറെ പൈസയില്ലേ, കുവൈറ്റിന്റെ പൈസയില്ലേ, എല്ലാവരുടെയും പൈസ ഉണ്ട്. നിങ്ങൾക്ക് അവിടെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് ഈ പ്രശ്നമൊക്കെ, അല്ലെങ്കിൽ ഹമാസിനെ നിങ്ങൾ ഫണ്ട് ചെയ്യണെന്തിനാ? ഹിസ്ബുള്ളനെ ഫണ്ട് ചെയ്യണെന്തിനാ? താലിബാനെ ഫണ്ട് ചെയ്യണെന്തിനാ? എന്തിനു നിങ്ങൾ ഇതിനൊക്കെ ഈ മിസൈലും തോക്കും ഒക്കെ മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്? ആദ്യമായിട്ട് ഇസ്രായേൽ ഇങ്ങോട്ട് വന്ന് ഒരു മിസൈൽ വിട്ടതോ അല്ലെങ്കിൽ ഒരാളെ തോക്ക് വെടിവെച്ച് കൊന്നതായിട്ടുള്ള ഒരു വാർത്ത ഞാൻ കേട്ടല്ലോ. നിങ്ങൾ അങ്ങോട്ട് പോയി ഊക്കുമ്പോൾ ഇങ്ങോട്ട് വന്ന് അവർ തിരിച്ച് പോകും, മറ്റേ ചെറിയ വട്ടം കൊടുത്ത് വലിയ വട്ടം മേടിക്കുന്നില്ലേ? അതല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിച്ചത്. എന്തിന് നിങ്ങൾ ഈ മുസ്ലിം രാജ്യങ്ങൾക്കൊന്നും പോട്ടെ, ഒരു മനുഷ്യനെങ്കിലും നിങ്ങൾ ഒരു റെഫ്യൂജി ആയിട്ട് അവിടെ ചേർത്തുണ്ടോ? ഇല്ല, നിങ്ങൾ ചേർക്കില്ല. കാരണം നിങ്ങൾക്കറിയാം റെഫ്യൂജി ആയിട്ട് ഇവരൊക്കെ ചേർക്കൊണ്ടെന്ന് കഴിഞ്ഞാണെങ്കിൽ ഇവരെ മറ്റേ ചെറുപ്പം മുതലും മതവും വിഷവും കുത്തിവെച്ചേക്കുന്ന ആൾക്കാരാ. പോയിസൺ ടോക്സിക് ആൾക്കാരാണ്. ഇവരെ കൊണ്ടെന്ന് കഴിഞ്ഞാണെങ്കിൽ നിങ്ങളുടെ നാട് നശിപ്പിക്കും, നമ്മുടെ നാട് നശിപ്പിക്കും, എല്ലാം നശിപ്പിക്കും. എന്ത് സൗദി ഒന്നും ഒരു മനുഷ്യനെ കൊണ്ടുവരോ? വെറുതെ കൊണ്ടുവന്നൊന്ന് അവിടെ ഇരുത്തിയിട്ട് പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചുവിടാന്നെങ്കിലും വിചാരിച്ചുണ്ടോ? എന്നിട്ട് ഇവരൊക്കെ ചേറിക്കല്ലണത് മറ്റേ UK, ജർമ്മനി, കാനഡ, അയർലൻഡ്, അങ്ങട് ഇങ്ങട്. എന്നിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി, ഇതൊക്കെ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് കേട്ടോ.
ഇവരെ അങ്ങോട്ട് ഫണ്ട് ചെയ്ത് ഇവരുടെ ചെലവിനും താമസവും എല്ലാം കൊടുത്ത് ഇവരെ ഇങ്ങോട്ട് മനുഷ്യരായിട്ട് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ ഇവിടുത്തെ സിസ്റ്റത്തിന്, ഇവിടുത്തെ നിയമത്തിന്, ഇവിടെ അവന്റെ അമ്മയുടെ പൂറ്റിലെ പാലസ്തീൻ കൊടിയും കൊണ്ട് റോഡ് മൊത്തം നടന്ന് എട്ടങ്ങീറുണ്ടാക്കലും ഇവരുടെ അത് ഇത് തീവ്രവാദം, എന്റെ പൊന്ന് ഏതൊക്കെ രാജ്യത്തെ ഈ കഴിവുകൾ പോയിട്ട് ആ രാജ്യം എട്ടങ്ങീറായി. യുകെയുടെ അവസ്ഥ, യുകെയുടെയും ജർമ്മനിയുടെ ഒക്കെ അവസ്ഥ അടുത്ത് നിങ്ങളുണ്ടോ? എന്തുട്ട് ചെയ്യണേ ഇവിടുത്തെ ആൾക്കാർ? ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടെന്ന് വിചാരിച്ച് ഈ കുണ്ണകളെയും കൊണ്ട് ഒരു രക്ഷയില്ല. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കാര്യം ഞാൻ പറയുന്നത്, ചെറുപ്പം മുതലേ വിഷം കുത്തിവെച്ച പൊളിറ്റിക്കൽ ഇസ്ലാമെ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ എന്ത് ഇതാണെങ്കിലും പണ്ടത് ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. കുരിശുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അപ്പോഴും ഞാൻ പറയും ക്രിസ്ത്യാനിറ്റിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നൊടിച്ചേക്കുന്നത് മതപരിവർത്തനത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ മുസ്ലിം ഉള്ളൂ. പക്ഷെ മുസ്ലിമാണ് ഇപ്പൊ ടോക്സിക്കായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ ഭയങ്കര ടോക്സിക്കാ. ഇത്രയും പ്രശ്നങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളുടെ തലയിലേക്ക് ഉണ്ടല്ലോ ഈ ചെറുപ്പം മുതലേ വെച്ചേക്കുന്ന ഈ വിഷം വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? കാരണം ചിന്തിക്കണ ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എതിരെ പറയില്ല. നിങ്ങൾ മറ്റുള്ള മതങ്ങളെ പോലെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഒരു തീരുമാനം എടുത്ത് ആ തീരുമാനത്തിനെതിരെ നിങ്ങൾ പറഞ്ഞു തീർന്നു. അത് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ എന്തുട്ടാ പറയാ? നിങ്ങൾ പാലസ്തീനെതിരെ എത്ര പ്രശ്നം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും പോയി പ്രക്ഷോഭം ഉണ്ടാക്കാതെ എല്ലാവരും കൂടി ഒരു പെട്ടിങ് കിടക്കെടുത്ത് പാലസ്തീനിലേക്ക് പോകും, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും, എന്നിട്ട് മരിക്കി. അല്ലാണ്ട് ഇപ്പൊ എന്തുട്ടാ ചെയ്യണേ? ഖത്തറും അവരൊക്കെ ഈ കാശ് കൊടുക്കണത് അവിടെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് വേറെ അല്ലെങ്കിൽ പോട്ടെ ഈ സൗദിയിലോ അല്ലെങ്കിൽ ദുബായിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി ഇവർക്ക് വേണ്ട നിങ്ങൾ നാഷണാലിറ്റി കൊടുക്കേണ്ട, അവിടെ വേണ്ട വിദ്യാഭ്യാസം കാര്യങ്ങളും അതും ഇതൊക്കെ കൊടുത്തിട്ട് ഇവരെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്ത് ഇവർ വേറെ എവിടെയെങ്കിലും ഒക്കെ ജീവിക്കട്ടെ. നിങ്ങളൊന്നും ചെയ്യില്ല. നിങ്ങൾ മിസൈൽ മേടിക്കാൻ നമ്മുടെ പൂറ്റി തിരികാനൊന്നും സാധനങ്ങൾ കൊടുക്കുക, അതല്ലാതെ അവർ ഒന്നും ചെയ്യൂല. എന്നിട്ട് ബാക്കിയുള്ള ഇസ്രായേൽ എല്ലാം പ്രശ്നക്കാരാണ്. ഇസ്രായേൽ അങ്ങനെ അവരുടെ ഡിഫൻസ് സിസ്റ്റം നിർത്തിയ അന്ന് അവർ ഈ ഭൂലോകത്തുണ്ടാവില്ല. അത്ര ടോക്സിക്കാണ് നിങ്ങൾ, അത്ര ടോക്സിക്.